ഹലോ ഗൈസ്, ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നല്ലേ നോക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഗ്രേറ്റ് ചാറ്റ്സ്ബൈയിലാണ് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ എന്ന് ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസ് റോഡ് എന്നാണ് കേട്ടോ. നമ്മൾ 4-5 ഫ്രണ്ട്സുമായിട്ട് കുറച്ച് നേരം ഹാങ് ഔട്ട് ചെയ്യാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ കാറിലോട്ട് കയറിയതും തന്നെ മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയോ എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ കഫേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബീച്ച് സൈഡ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്ന ഉടനെ അധികം ഐറ്റംസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത് ഹാങ് ഔട്ട് ചെയ്യാമെന്ന് മാത്രമാണ്. പിന്നെ ഇവിടുത്തെ എന്തൊക്കെ ഫുഡ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിക്കൻ നഗ്ഗറ്റ്സും പെരി പെരി ഫ്രൈസുമാണ്. ഒരു 6 പീസുള്ള നഗ്ഗറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ പെരി പെരി ഫ്രൈസ് ഉണ്ടായിരുന്നു, അത് സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നഗ്ഗറ്റ്സ് ഓക്കെ ആയിരുന്നു. ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസും ആ ഒരു വൈബൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണിത്. ഈ 2 ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബാക്കി അതുകൊണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഈ പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, ആ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിരുന്നു. ആ പെരി പെരിയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പിന്നെ ഈ മയോണൈസ് ഉണ്ടായിരുന്നല്ലോ നഗ്ഗറ്റ്സിൻ്റെ കൂടെ തന്നെ, അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ സെറ്റായിരുന്നു. ലാസ്റ്റ് നല്ല കൂളായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ലൈം ജ്യൂസിന്. അതും എനിക്കത്ര അങ്ങോട്ട് ബോധിച്ചില്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ബൈറ്റ്സും ജ്യൂസൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഇരുന്നപ്പോൾ ഏകദേശം ടൈം കുറേ ആയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ് അല്ലേ. നിങ്ങൾക്ക് ഏതാണ്, ഡേ ആംബിയൻസ് ആണോ നൈറ്റ് ആംബിയൻസ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണം കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചാറ്റ്സ്ബൈയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 2 എപ്പിസോഡുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് എൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ചേച്ചിയാണ് കേട്ടോ പറയുന്നത്. ഒരു ക്ലൗഡ് കിച്ചൺ എന്ന് നമുക്കൊരു ഗീ പൊടി ഇഡ്ഡലിയും മസാല ചായയും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ചായ ഇച്ചിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗീ പൊടി ഇഡ്ഡലിയുടെ കൂടെ ചട്നി, സാമ്പാറും അലുവയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഗീ പൊടി ഇഡ്ഡലി തുറന്നപ്പോൾ തന്നെ നമുക്ക് നല്ല മണമായിരുന്നു ആ ഗീയുടെയും പൊടിയുടെയും. പിന്നെ ആ ചട്നി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചട്നി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അൽവയുടെ കാര്യം പറയുകയാണെങ്കിൽ വീറ്റ് ഹൽവയാണ്. ചട്നിയുടെ ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ചമ്മന്തിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. കാണാനും ഒരു യെല്ലോ കളറിലാണ്, നല്ല കിടിലൻ ടേസ്റ്റുമായിരുന്നു. ആദ്യം നമ്മൾ മസാല ചായയാണ് കേട്ടോ ട്രൈ ചെയ്തത്. മസാല ചായ നല്ല ചൂടാറിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ, അത് നല്ല കിടിലമായിരുന്നു. ഞാൻ കുടിക്കുന്ന സമയത്ത് പറയാം. ആദ്യം തന്നെ ഞാൻ ഇഡ്ഡലിക്ക് മുന്നേ ആ അലുവ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിടിലമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ സൂപ്പർ ടേസ്റ്റായിരുന്നു. ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഞാൻ കഴിക്കുകയാണ്. ഇഡ്ഡലി കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പക്ഷെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ സാമ്പാറിൽ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ടിഫിൻ സാമ്പാറാണ് കേട്ടോ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ പൊടി ഇഡ്ഡലിയുടെ കൂടെ ആ ചമ്മന്തി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മസാല ചായ കുടിച്ച് നോക്കി. മസാല ചായയിൽ മസാലയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. തണുത്ത് പോയെങ്കിലും ചൂടാക്കി എടുത്തതിന് ശേഷം നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഗീ പൊടി ഇഡ്ഡലി നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലായിരുന്നു അവർ സെർവ് ചെയ്തത്. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തെടുത്ത് പറയാനുള്ളത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ ആയിരുന്നാലും എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചമ്മന്തി മസ്റ്റായിട്ടും നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, കിട്ടില്ലാണ്. ക്ലൗഡ് കിച്ചൻ്റെ പേര് കഴിച്ചു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ചോദിച്ചാൽ ടേക്ക് കെയർ, ബൈ.